ഇന്നലെ ബോംബെയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം, ഭാരത് ന്യായ യാത്രയുടെ സമാപനത്തിൽ നടത്തിയ പ്രസംഗം വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹിന്ദു മതത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം, ഹിന്ദു മതത്തിലെ ശക്തിയെ നശിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ആ പ്രസംഗം കേട്ടിരുന്നു. പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ പലരും അത് കേട്ട് കാണില്ല, കാരണം മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അത് നമുക്കൊന്ന് കേൾപ്പിക്കാം. ആദ്യം എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ. ശരി. हिंदू धर्म में शक्ति शब्द होता है. हम शक्ति से लड़ रहे हैं, एक शक्ति से लड़ रहे हैं. രാഹുൽ ഗാന്ധി പറയുന്നത് ഹിന്ദു ധർമ്മ में एक शक्ति है, एक शक्ति है जिसे हम लड़ रहे हैं. ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ട്. ഇതിന് രണ്ട് വ്യാഖ്യാനം വരാം. ഹിന്ദു ധർമ്മത്തിന് ഒരു ശക്തിയുണ്ടെന്ന് പറയാം, ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ടെന്ന് പറയാം. പക്ഷേ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറയുന്നു ഹിന്ദു ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മേ ഏക് ശക്തി ഹെ. ആരാണ് ആ ശക്തി? ദുർഗ ശക്തി, പാർവതി. ഇതാണ്. നമ്മളെല്ലാവരും ഹിന്ദുക്കൾ പൊതുവെ കേരളത്തിൽ പ്രത്യേകിച്ച് അമ്മ ദൈവങ്ങളുടെ ഒരു സ്ഥലമാണ് കേരളം. ഇത്രയധികം അമ്മ ദൈവങ്ങൾ പുറത്തെങ്ങും കാണാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ ഉണ്ട് കേട്ടോ, തരക്കേടില്ലാതെ മാരിയമ്മൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പേച്ചിയമ്മൻ എന്നൊക്കെ പറയുന്നത്. എന്നാലും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ശക്തിക്ക് വലിയൊരു സ്ഥാനം കേരളത്തിലുണ്ട്. സരസ്വതി ഉണ്ട് കേരളത്തിൽ, പക്ഷേ അതിലെത്രയോ കൂടുതലാണ് ഈ പാർവതിക്ക് അഥവാ ശക്തിക്ക്, അമ്മയ്ക്ക്. ഇപ്പോൾ ചോറ്റാനിക്കര അമ്മ, ഏതമ്മ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പുരാണത്തിൽ ഇങ്ങനെ ചോറ്റാനിക്കര അമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാവിലമ്മ, കടവിലമ്മ, ആ അമ്മ, ഈ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര അമ്മ ദൈവങ്ങളാണ് കേരളത്തിൽ. ഇതിനെ എല്ലാമാണ് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നത്. എല്ലാം മറയും നീക്കിയിട്ട് നമ്മൾ ദുർവ്യാഖ്യാനമൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞത് സിമ്പിൾ ഹിന്ദിയാണ്. ഹിന്ദു ധർമ്മേ എക് ശക്തി ഹെ. ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ട്. രണ്ടർത്ഥമുണ്ട് അതിന്. ഹിന്ദു ധർമ്മത്തിനൊരു ശക്തിയുണ്ടെന്ന്, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ടെന്ന്. ഏതർത്ഥത്തിലാണെങ്കിലും അത് ഹിന്ദുക്കൾക്കെതിരാണ്. ഹം ഇസ് ശക്തി സെ ലഡ് രഹേ ഹെ. ഈ ശക്തിയുമായിട്ടാണ് ഞങ്ങളുടെ യുദ്ധം. ഇത് തമിഴ്നാട്ടിൽ ഉദയനിധി പറഞ്ഞതിൻ്റെ മറ്റൊരു വെർഷനല്ലേ? മറ്റൊരു വെർഷനാണ്, മറ്റൊരു വെർഷൻ, സംശയമില്ല. സനാതനധർമ്മത്തെ നശിപ്പിക്കണം എന്ന് പറഞ്ഞത് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം, ഇദ്ദേഹം ശക്തിയെ നശിപ്പിക്കണം. എന്തെങ്കിലും ശക്തി, ത്രാണി, ബലം ഹിന്ദു ധർമ്മത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ടാണ് ഞങ്ങളുടെ യുദ്ധം. ഇത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ ബാക്കി ഘടകകക്ഷികളുണ്ടല്ല, അവർക്കെല്ലാം, പ്രത്യേകിച്ച് CPIM രോമാഞ്ചം വരുന്ന ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധിയുടെ. ഇനി ഈ ശക്തി വേറൊന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊന്നും പറയരുത്. EVM ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇലക്ട്രൽ ബോണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹിന്ദു ധർമ്മത്തിൽ ഇലക്ട്രൽ ബോണ്ടോ EVM ഇതൊന്നുമില്ല. അതിൻ്റെയൊക്കെ മുകളിലാണല്ലോ ധർമ്മം എന്ന് പറയുന്നത്. ഹിന്ദു ധർമ്മം എന്നാണ് പറയുന്നത്, ഹിന്ദു മതം പോലുമല്ല, ഹിന്ദു ധർമ്മം. അതാണ് സനാതനധർമ്മം. അതാണ് ഉദയനിധി പോലെ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ യുദ്ധം തുടരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബാറ്റിൽ ലൈൻസ് ആർ വെരി ക്ലിയർ. എവിടെയാണ്, എന്താണ് യുദ്ധം എന്നുള്ളത് വ്യക്തമായി, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതുവരെ അതൊരു സംശയമായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഞാനും ഹിന്ദുവാണ്, പക്ഷേ ഹിന്ദുത്വവാദിയല്ല എന്ന് നമ്മുടെ സുനിൽ പി ഇളയിടം പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണത്. ഹിന്ദുവാണ്, പക്ഷേ ഹിന്ദുത്വമില്ല. അതിന് നാരായണ ഗുരു പണ്ടേ മറുപടി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനാണ്, പക്ഷെ മനുഷ്യത്വമില്ല. അങ്ങനെ മനുഷ്യാണാം മനുഷ്യത്വം ജാതർ ഗോത്വം ഗവാം യഥ. ഇത് ഗുരുവിൻ്റെ വാക്കുകളാണ്. അന്ന് ഈ BJP-ഇല്ല, കോൺഗ്രസും ഇല്ല. ആ സമയത്താണ് ഗുരുദേവൻ. ആ അപ്പോൾ അത് കൃത്യ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്ത് വാങ്ങിക്കോട്ടെ. ഏതായാലും ഗുരുദേവന് അതിന് പണ്ടേ ഇതുപോലത്തെ ഈ ഏടാകൂടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഗുരുദേവന് നന്നായിട്ടറിയാം.
അതുകൊണ്ട് അദ്ദേഹത്തിന് പണ്ടേ ക്ലിയറാക്കി മറുപടി റെഡിയാക്കി വെച്ചു. പക്ഷേ എന്നാലും ഈ സുനിൽ പിള്ളയുടെ മുതൽ രാഹുൽ ഗാന്ധി വരെ ഹിന്ദുത്വം മോശമാണെന്നും ഹിന്ദു നല്ലതാണെന്നും പറയുന്ന ഒരു കാലഘട്ടം. സുനിൽ പിള്ളയുടെ ഇപ്പോഴും അത് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി അത് മാറ്റിയിട്ട് ഇപ്പോൾ ഈ സാധനമാണ് എൻ്റെ ശത്രു, ഹിന്ദു ധർമ്മം അതിൻ്റെ ശക്തി, അതുമായിട്ടാണ് എൻ്റെ യുദ്ധം. അത് ക്ലിയറായി വ്യക്തമാക്കി, നയം വ്യക്തമാക്കി. ടി ഓർക്കുന്നുണ്ടോ ഈ യാത്ര തുടങ്ങിയത് കന്യാകുമാരിയിൽ നിന്നാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പൊന്നയ്യൻ എന്ന് പറയുന്ന പ്രീസ്റ്റ് അനുഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹത്തിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം അന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്നു. യേശുവാണ് ഏക ദൈവം, ശക്തിയല്ല എന്ന്. ഞാൻ ഓർക്കുന്നു. ഞാനന്ന് ആലോചിക്കുന്നത് ഇത് പൊന്നയ്യനല്ലോ, ഇത് തങ്കയ്യനാണല്ലോ. അങ്ങനെയാണ് പുള്ളിയുടെ വെച്ചാൽ പുള്ളി ചെരുപ്പിടാതെ ഭൂമിയിൽ ചവിട്ടില്ല. കാരണം ഭാരതമാതാവിൻ്റെ പുഴുവും അഴുക്കും വൃത്തികേടും മുഴുവൻ എൻ്റെ കാലിൽ. അതുകൊണ്ട് ഈ മണ്ണിൽ ചവിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചെരുപ്പിട്ടേ ഞാൻ നടക്കാറുള്ളൂ എന്ന് പറഞ്ഞ അധമൻ ഈ പൊട്ടനത് കേട്ടുകൊണ്ടിരുന്നു വായും പൊളിച്ചിട്ട്. എന്തൊരു ഉപനിഷത്തിൽ പോലും പറയാത്ത തത്വങ്ങളാണ് ഈ പൊന്നയ്യൻ അഥവാ തങ്കയ്യൻ പറയുന്നത്. ഈ രീതിയിൽ അത്ഭുതപ്പെട്ട് കേട്ടുകൊണ്ടിരുന്നു. അല്ല, ഇപ്പോൾ പൊന്നയ്യൻ കന്യാകുമാരിയിൽ തുടങ്ങി ഓതിക്കൊടുത്ത വാചകം മുംബൈയിൽ യാത്ര സമാപിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് സ്വാംശീകരിച്ചു, കംപ്ലീറ്റ് അങ്ങ് സ്വാംശീകരിച്ചിട്ട് അതിനെ സിമ്പിളാക്കി ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഇനിയിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ശരിയായ വ്യാഖ്യാനം വേറെ കൊടുക്കാനും പറ്റില്ല. ഇത്ര സിമ്പിളായിട്ട് സംസാരിച്ചാൽ പിന്നെ അത് വ്യാഖ്യാനം മാറ്റാൻ പറ്റില്ല. കുറച്ചെന്തെങ്കിലും ഒരു സംശയമൊക്കെ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് വ്യാഖ്യാനം പറ്റുള്ളൂ. ഇത് സിമ്പിളായിട്ട് സുനിലിനെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ വ്യാഖ്യാനം വേണ്ടല്ലോ. സുനിലിനെ അല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, സുനിലിനെ പോലെയുള്ളവനെയാണ്, അങ്ങനെയൊന്നുമല്ല. ക്ലീനായിട്ട് പറഞ്ഞു ഹിന്ദു ധർമ്മമേ ശക്തി ഹേ. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരായുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. ആണ്. രാഹുൽ ഗാന്ധി ഹിന്ദു അല്ലല്ലോ, ക്രിസ്ത്യാനിയല്ലേ. ഈ നമ്പർ 10 ജനപഥത്തിനുള്ളിൽ ഒരു ചാപ്പലുണ്ട്. ഇത് നമുക്ക് നമ്പർ 10 ജനപഥത്തിനുള്ളിൽ പോയി നോക്കാൻ പറ്റില്ല. ഞാനിതൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ രാഷ്ട്രീയത്തിലെ ഒരു നിർമ്മലമായ വ്യക്തിത്വമുണ്ട്, ലാലി വിൻസെൻ്റ്. അവർ മര്യാദക്കാരിയായതുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അവർ ഔട്ടായെന്ന് തോന്നുന്നു. അന്ന് അവർ പറഞ്ഞു മോഹൻദാസ് ഇങ്ങനെ പറയരുത്. ഒരു TV ഡിബേറ്റിലാണ് മോഹൻദാസ് ഇങ്ങനെ പറയരുത്. ഞാൻ നമ്പർ 10 ജനപഥത്തിൽ പോയിട്ടുണ്ട്, അവിടെ ചാപ്പലില്ല. ഞാൻ പറഞ്ഞു മാഡം പോയത് എവിടെയാണ്? എത്ര ഏക്കറുണ്ട് നമ്പർ 10 ജനപഥ്? പ്രധാനമന്ത്രിയെക്കാളും സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നവരെ സെക്യൂരിറ്റി ദേഹപരിശോധന കഴിഞ്ഞിട്ട് അവർ വിസിറ്റേഴ്സ് റൂമിലിരുത്തുന്നു. എന്നിട്ട് നെക്സ്റ്റ് റൂമോ അതോ സോണിയാഗാന്ധി വിസിറ്റേഴ്സ് റൂമിൽ വരികയോ ചെയ്തിട്ട് ഇവർ കാണുന്നു. കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കണമെങ്കിൽ ഒരു ആൻറ്റി റൂമുണ്ട്, അവിടെ ചായ കുടിക്കുന്നു. മാഡം തിരിച്ചു വരുന്നു. മാഡം ആ കോമ്പൗണ്ടിൽ വേറെ എന്ത് ബിൽഡിംഗ് ഉണ്ട്, എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ കാണത്തക്ക രീതിയിൽ വലിയ മിനാരങ്ങളായിട്ട് അങ്ങനെ വലിയ പള്ളിയൊന്നും അല്ലാതെ ചാപ്പലുണ്ട്. അവിടെ സൺഡേ ഈ മാസിന് കുർബാനയ്ക്ക് ഒരു പാതിരിയും പോകുന്നുണ്ട് എല്ലാ സൺഡേയും. എത്ര വർഷമായി സോണിയാഗാന്ധി അവിടെ താമസിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നുള്ള കപ്പാസിറ്റിയിൽ ഡൽഹിയിലെ ഏകദേശം ഏറ്റവും വലിയ കോമ്പൗണ്ടാണ് ഈ നമ്പർ 10 ജനപഥ്. മോദിയൊക്കെ അതിലും ചെറുതാണ്. അപ്പം ചെറുത് മതി എന്ന് അങ്ങനെ തീരുമാനിച്ചു. എന്തിനാ തള്ളച്ചി നമ്പർ 10 എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നാണ് കരുതിയിരുന്നത്. അല്ല, ഏകദേശം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഏതായാലും അതിനുള്ളൊരു പള്ളിയുണ്ട്. അതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. അവർ ക്രിസ്ത്യാനി ആയാലും എന്താ, കുഴപ്പമൊന്നുമില്ല. രാഹുൽ ഗാന്ധി ക്രിസ്ത്യാനി ആയാലും എന്താ, കുഴപ്പമൊന്നുമില്ല. രാഹുൽ ഗാന്ധി ഹിന്ദു അല്ല. കാരണം രാഹുൽ ഗാന്ധി അഹമ്മദ് പട്ടേലൊക്കെ കൂടെ നമ്മളുടെ സോമനാഥ് ക്ഷേത്രത്തിൽ കയറാൻ പോയി. സോമനാഥ് ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. പ്രവേശനം വേണമെങ്കിൽ അവിടുത്തെ ഒരു രജിസ്റ്ററിൽ ഒപ്പിടണം. എനിക്ക് ഈ മൂർത്തിയിൽ വിശ്വാസമുണ്ടെന്ന്. രാഹുൽ ഗാന്ധി ഒപ്പിട്ടു, അഹമ്മദ് പട്ടേൽ ഒപ്പിട്ടു, എല്ലാവരും ഒപ്പിട്ടിട്ടാണ് കയറിയത്. ഞാനിത് ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് BJPക്കാർ ബഹളം വെച്ചു. രാഹുൽ ഗാന്ധിയുടെ ഒപ്പ് അഹമ്മദ് പട്ടേലാണ് ഇട്ടത്, രാഹുൽ ഗാന്ധി ഒപ്പിട്ടില്ല. ആ ബഹളത്തിനുള്ളിൽ രജിസ്റ്റർ കൊടുക്കുന്നു. ബാക്കി കോൺഗ്രസ്സുകാർ ഇയാളെ പൊതിഞ്ഞ് നിൽക്കുമല്ലോ, ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ പോലെ. അപ്പോൾ ഇതിനിടയ്ക്ക് ആരാരുടെ ഒപ്പിട്ടു എന്നറിയില്ല. BJP പറഞ്ഞു ഇല്ല, അഹമ്മദ് പട്ടേലാണ് രണ്ടുപേരുടെയും ഒപ്പിട്ടത്. രാഹുൽ ഗാന്ധിയുടെ ഒപ്പിട്ടു, അഹമ്മദ് പട്ടേലിൻ്റെ ഒപ്പിട്ടു.
ശരി, ആയിക്കോട്ടെ, ആരോ ഒരാൾ ഒപ്പിട്ടാണ് കയറിയത്. അതിൻ്റെ അടയാളം എന്താ? രാഹുൽ ഗാന്ധി ഹിന്ദുവല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരൻ പോലുമല്ല, ബ്രിട്ടീഷ് പൗരനാണെന്ന് പറഞ്ഞിട്ട് ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇംഗ്ലണ്ടിൽ തുടങ്ങി, പിന്നെ അത് വൈൻഡപ്പ് ചെയ്തു. ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് അവൈലബിളാണ്. ആ റെക്കോർഡ്സാണ് ലോക്സഭാ സ്പീക്കർക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പോയത് 2015. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം പരിശോധിക്കണം. സ്പീക്കർ അത് എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടു. എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ലാൽകൃഷ്ണ അഡ്വാനിയാണ് അന്ന്. ലാൽകൃഷ്ണ അഡ്വാനി അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് അയച്ചു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഈ ആരോപണത്തിൽ? അയാളെ കേൾക്കണമല്ലോ. നമ്മുടെ പിണറായി വിജയനൊക്കെ പറയുന്ന പോലെ വീണയെ കേട്ടില്ല, അതുപോലെ വീണയെ കേൾക്കാൻ തീരുമാനിച്ചു അഡ്വാനി. എന്നിട്ട് അവിടുത്തെ വീണയായ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു. ആ മനുഷ്യൻ നാളിതുവരെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. ആ ഫയൽ എത്തിക്സ് കമ്മിറ്റിയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ 15/9/24 വർഷമായിട്ട് അതിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ആ ബോംബ് പൊട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയാമില്ല. എപ്പോഴെങ്കിലും പൊട്ടാം. പക്ഷേ സംഭവം വ്യക്തമാണ്, ഈ മനുഷ്യൻ ഇന്ത്യൻ പൗരൻ പോലുമല്ല. അല്ല, 10 വർഷമായിട്ട് മോദിയല്ലേ ഭരിക്കുന്നത്? ഇന്ത്യൻ പൗരൻ പോലും അല്ലാത്ത ഒരാൾ നമ്മുടെ രാജ്യത്തെ രാഷ്ട്ര വ്യവഹാരത്തിൽ ഇത്രയും ശക്തമായി ഇടപെടുമ്പോൾ അത് രാജ്യസുരക്ഷയെ ബാധിക്കില്ലേ? അയാളെ പാർലമെന്റ് മെമ്പറാക്കുന്നു. സുരക്ഷയെ ബാധിക്കാതെ നോക്കാൻ അല്ല, നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെന്റിൽ അംഗമായിട്ടിരിക്കുന്നു. പാർലമെൻറ്റിൽ അംഗമായിട്ടിരിക്കുന്നു. വിദേശി കാര്യം ശരി. ഈ വിദേശിയാണെന്ന് ഉറപ്പിക്കാനുള്ള ആ സമയം ആയിട്ടില്ല എന്ന് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കുന്നു. കാരണം സുനിൽ നോക്കൂ, ഈ എവറി കേസ് ഹാസ് എ പൊളിറ്റിക്കൽ എലമെൻറ്റ് ഇൻ ഇറ്റ്. ഇപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകും എന്നൊരു ഘട്ടം വന്നു. അപ്പോഴാണ് അവർക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നതും രാഷ്ട്രം അറിയുന്നതും. അവർക്ക് MP വരെ ആകാം, പക്ഷേ പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല. ദാറ്റ് ഇസ് എ ലീഗൽ പോയിന്റ്. വലിയ ത്യാഗമാണെന്നാണ് പറയുന്നത്. ത്യാഗമൊന്നുമില്ല. ഇപ്പം രാവിലെ 10:30 മണിക്ക് സോണിയാഗാന്ധി അന്ന് പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിനെ പോയി കാണുന്നു. സംസാരിക്കുന്നു, എനിക്ക് ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ കടലാസൊക്കെ വാങ്ങിച്ചിട്ട് പോകും. തൊട്ട് പിന്നാലെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഒരു കത്ത് പോകുന്നു. ഇവർക്ക് ഇന്ന ഇത് വെച്ചിട്ട് ഇവർക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല, ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള സ്ത്രീയാണെന്ന്. സ്വാമിയെ ഉച്ചയ്ക്ക് 1 മണിക്ക് APJ അബ്ദുൽ കലാം വിളിക്കുന്നു. ഈ 10:30-ക്കും 1 മണിക്കും ഇടയ്ക്ക് പ്രഗത്ഭരായ ഡൽഹിയിലെ ഭരണഘടനാ വിദഗ്ധന്മാരുമായിട്ട് പ്രസിഡൻറ്റ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. സ്വാമിയെ വിളിച്ചിട്ട് സ്വാമിയുമായിട്ട് സംസാരിക്കുന്നു ഇതിൻ്റെ ഓതൻറ്റിസിറ്റിയെ പറ്റി. ആർഗ്യുമെൻറ്റ്സ് അല്ല. ഫ്രം വെയർ ഡിഡ് യു ഗെറ്റ് ദിസ് ഡോക്യുമെൻറ്റ്? ഈസ് ഇറ്റ് ട്രൂ? ക്യാൻ യു വെരിഫൈ ഇറ്റ്? ക്യാൻ യു സർട്ടിഫൈ ഇറ്റ്? സർട്ടിഫൈ ചെയ്യുന്നു. വക്കീലന്മാർ ഉപദേശം കൊടുക്കുന്നു. ആ ഡോക്യുമെൻ്റ് അങ്ങനെ സർട്ടിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ട്രൂ. ഇനി ഫർദർ ഇതിൻ്റെ ആവശ്യമില്ല. സോ യു കനോട്ട് പെർമിറ്റ് ഹർ. അങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ ഒരു പാവയായിട്ട്, പാവവുമാണ് പാവയുമാണ്, എന്ത് പറഞ്ഞാലും കേൾക്കും. എന്നിട്ട് നാഷണൽ എന്ത് കൗൺസിലാണ് NAC എന്ന് പറഞ്ഞിട്ട് അഡ്വൈസറി കൗൺസിൽ, നാഷണൽ അഡ്വൈസറി കൗൺസിൽ ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ ചെയർമാനായിട്ട് കൊടുക്കുന്നു. മൻമോഹൻ സിംഗിൻ്റെ ഓരോ ഫയലും NACക്ക് പോയിട്ട് NAC പാസ്സായി കഴിഞ്ഞാലേ മൻമോഹൻ സിംഗ് ഒപ്പിടാവുള്ളൂ. അങ്ങനെ ബാക്ക് ഡോറിലിരുന്ന്, ബാക്ക് സീറ്റിലിരുന്ന് സോണിയ ഭാരതത്തെ നിയന്ത്രിച്ചു 10 വർഷം. ഇത്രയൊക്കെ ചെയ്തെങ്കിലും അവർക്ക് പ്രധാനമന്ത്രിയാവാൻ സാധിച്ചില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിലായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ ഐ വിൽ ടെൽ യു ഓപ്പൺലി, 2019 പാസ്സായതാണ് CAA നിയമം. അതിൻ്റെ ചട്ടം ഉണ്ടായത് എപ്പോഴാണ്? 2024 വാട്ട് വാസ് ദി ഡിലേ? 5 വർഷം. 2019 ഈ നിയമം പാസ്സാക്കിയപ്പോൾ നടന്ന ബഹളമുണ്ടല്ല, അതിൻ്റെ പൊളിറ്റിക്കൽ പാർട്ട് ദാറ്റ് വാസ് പിക്ഡ് അപ്പ് ബൈ നരേന്ദ്രമോദി ആൻഡ് അമിത് ഷാ. ആൻഡ് ദേ ഡിസൈഡഡ് റൂള് ഫ്രെയിം ചെയ്യാൻ വരട്ടെ. ദിസ് ഹാസ് എ പൊളിറ്റിക്കൽ ആംഗിൾ, ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് പൊളിറ്റിക്കലി. സോ ദേ ഡെഫേർഡ് ഇറ്റ് ടു 2024. ബിഫോർ എലക്ഷൻസ് അവർ ചട്ടം ഉണ്ടാക്കി. ഇറ്റ് എഗെയിൻ ബിക്കം പൊളിറ്റിക്കൽ ഇഷ്യൂ.
നൗ കേരളത്തിലെ BJP ഈസ് ബ്ലിസ്ഫുള്ളി അൺഅവെയർ ഓഫ് ദിസ് പൊളിറ്റിക്സ് കേട്ടോ. അതുകൊണ്ട് അവർ CAA വിഷയമൊന്നും തൊടാറില്ല. അതെ അതെ, പറയാനേ ഇല്ല. ബിക്കോസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്സ്. ദേ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്സ്. അപ്പോൾ ഈ 5 വർഷം ഇതിൻ്റെ ചട്ടം ഉണ്ടാക്കണം. ആകെ കൂടെ 3 പേജേ ഉള്ളൂ CAA അമെൻമെൻ്റ് എന്ന് പറയുന്നത്. അതിന് ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 3 പേജിൻ്റെ ചട്ടവും ഉണ്ടാവും. ഇത് കവിഞ്ഞ് എന്താ ഇത്ര വലിയ കാര്യം? ബട്ട് ദേ ഡിലേഡ് ഇറ്റ് ബിക്കോസ് ദർ ഈസ് എ പൊളിറ്റിക്കൽ പോയിന്റ്. They are delaying the Rahul Gandhi case also because at least 80% of that thing is political. 20% is legal. നമ്മൾ ഇഷ്യൂ എടുത്തു കഴിയുമ്പോൾ അത് ലീഗൽ ഇഷ്യൂ ആണ്. ഇവിടുത്തെ പൗരനെല്ലാം അങ്ങനെ പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളണ്ടേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹി വിൽ ഫൈറ്റ് ബാക്ക്. അയാൾ ചുമ്മാ വിട്ടു തരാനൊന്നും പോകുന്നില്ല, ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയാൾക്ക് വേണ്ടിയിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ജോർജ് സോറോസ്, അമേരിക്കൻ പ്രസിഡൻറ്റ്, ഇവരൊക്കെ ഇറങ്ങും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ഫോർ ദം ഹീ ഈസ് ദ ഓൺലി മാൻ ഹൂ ഈസ് കേപ്പബിൾ ടു ഡിമോളിഷ് ഇന്ത്യ. ഇപ്പോൾ CAAക്കെതിരെ സംഭവിച്ചിരിക്കുന്നത് എന്താ? അമേരിക്കയാണ് നമ്മളെ ഉപദേശിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഉപദേശിക്കാൻ പോകാൻ പോകുന്നു. അമേരിക്ക നേരത്തെ കയറി ഉപദേശിച്ചു. അതാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ മുഖത്തടിച്ച പോലെ ചോദിച്ചത്. ഇന്ത്യയിൽ പാർട്ടീഷൻ നടന്നിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വാസ് ദെയർ നോ പാർട്ടീഷൻ? ആൻഡ് ഐ ആം സർപ്രൈസ്ഡ്. ചന്ദ്രചൂഡിൻ്റെ പ്രോസ്പെക്റ്റീവ് ചന്ദ്രചൂഡുണ്ടല്ലോ, ചന്ദ്രചൂഡിൻ്റെ മകൻ ചന്ദ്രചൂഡ് ബോംബെ ഹൈക്കോടതിയിലാണ്. ആ ചെറുക്കൻ്റെ ആർഗ്യുമെൻ്റ് കേൾക്കണം. ആസ് ഇഫ് ഭാരതം ഒരു സ്റ്റാൻഡ് അലോൺ രാജ്യമാണ്, എല്ലാവർക്കും അഭയം കൊടുക്കേണ്ടതാണ്. അസർബൈജാനിൽ നിന്ന് വരുന്ന ജൂതന്മാരെ എന്തുകൊണ്ട് CAAയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? അച്ഛനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. കയ്യടിയുടെ ബഹളമാണ്. ഈ ഭാരതീയർക്കൊരു ഇതുണ്ടല്ലോ, ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ മിടുക്കനാണ്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യക്കാർക്കാണ് ഈ സൂക്കേട്. ഉത്തരേന്ത്യ പോയി കഴിഞ്ഞാൽ പോയി പണി നോക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് ശശി തരൂരൊന്നും ക്ലിക്കാവാത്തത് അവിടെ. ഇവിടെ ക്ലിക്കാവുന്നത് മലയാളി വായിക്കും. ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളി മാധ്യമ പ്രവർത്തകർ. അപ്പോൾ ഈ രീതിയിലാണ് CAAയിൽ അവരിടപെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട എത്ര വർഷം എന്നറിയാമോ അവർ രാഹുൽ ഗാന്ധിയെ പ്രോപ്പപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. കേംബ്രിഡ്ജിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് വലിയ അറേഞ്ച്മെൻറ്റ്. അല്ല, അവിടെയൊക്കെ ചിലയിടത്ത് പൈസ അങ്ങോട്ട് കൊടുത്ത് പ്രസംഗിച്ചാണെന്നും കേൾക്കുന്നുണ്ട്. അല്ല, അതിന് സാധ്യത കുറവാണ്. ഇങ്ങോട്ട് വാങ്ങിച്ചാണ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു ഐക്കണില്ലെന്നേ. ഞാൻ പറയട്ടെ, ഈ പിണറായി വിജയനെ ഓൾ ഇന്ത്യ തലത്തിലോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. ആ ഭാഷയും അദ്ദേഹത്തിന് വഴങ്ങില്ല. പിന്നെ പൊളിറ്റിക്സിൽ ആരാ ഉള്ളത്? മല്ലികാർജുൻ ഖാർഗെയോ? സ്റ്റാലിനാണെങ്കിൽ തപ്പിത്തടഞ്ഞ് ഇംഗ്ലീഷ് പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് വരണ്ടേ? രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തരക്കേടില്ലാതെ ഇംഗ്ലീഷ് പറയും. അപ്പോൾ രാഹുൽ ഗാന്ധി ശരണം. പിന്നെ ഇവർ തമ്മിൽ പണ്ടേയുള്ള കൂട്ടുകെട്ട്, സോണിയാഗാന്ധി വഴിക്ക് ഇറ്റാലിയൻ മാഫിയ, ഇവരൊക്കെ ആയിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട്. ഇപ്പോഴും ആ നെക്സസ് നടക്കുന്നുണ്ട്. സോണിയാഗാന്ധി അധികാരത്തിലിരുന്നപ്പോൾ ഇവിടുന്ന് പുരാവസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഭീകരമായ കൂട്ടുകെട്ടാണത്. അങ്ങനെയാണ് ഇവർ കൊത്തറോക്കിയൊക്കെ തുറന്നു വിടുന്നത്. നമ്മുടെ യൂണിലിവർ മിസ്റ്റീരിയസ് ക്യൂ കൊത്തറോക്കി രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് മുങ്ങും. എവിടെ മുങ്ങും എന്ന് ആർക്കും അറിയില്ല. ബട്ട് സുനിലിന് തോന്നുന്നുണ്ടോ ഗവൺമെൻറ് ഓഫീസിലേക്ക് ഇത് അറിയില്ല? ഇല്ല, തീർച്ചയായിട്ടും അറിയാം. അതൊക്കെ എടുത്ത് ഭരണത്തിൽ വയ്ക്കും, ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇപ്പം അങ്ങേർക്ക് നിങ്ങൾ അവിടെ പോരുത്, വിസ തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് രക്തസാക്ഷിയാവും. അതെ അതെ. ബട്ട് നാളെ ഒരു കാലത്ത് നിങ്ങൾ പോയ സ്ഥലത്തിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ പുറത്തു വിടുന്നു. വിടാനായിട്ട് അവർക്ക് ആർക്കെങ്കിലും ഉണ്ടാകും. ഒരു രഘുനാഥ് ത്രിവേദി ഒരു RTI ആപ്ലിക്കേഷൻ കൊടുക്കും. അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഈ സാധനം അങ്ങോട്ട് പുറത്തു വിടും. അല്ല, പഴയൊരു കഥയുണ്ടല്ലോ, കഥയോ കാര്യമോ എന്നറിയില്ല. ഇന്ത്യയിലെ ഒരു യുവ പ്രശസ്തനായ നേതാവ് വിദേശത്ത് പോയിട്ട് മയക്കുമരുന്ന് കേസിൽ പെട്ടെന്നും വാജ്പേയിയുടെ കാലത്ത് വാജ്പേയി ഇടപെട്ട് രക്ഷിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയാണത്. ബോസ്റ്റൺ എയർപോർട്ടിൽ അവിടെ മാക്സിമം കൊണ്ടുപോകാവുന്ന ക്യാരി ചെയ്യാവുന്ന ക്യാഷിനൊരു ലിമിറ്റുണ്ട്. അതിൽ കൂടുതൽ ക്യാഷ് ഈ മനുഷ്യൻ്റെ ഉണ്ടായിരുന്നു. അതവർ സീസ് ചെയ്യാനായിട്ട് അവർ പരിശോധിക്കുമ്പോഴാണ് ഈ മറ്റേ സാധനം വരുന്നത്. അവർ എയർപോർട്ടിൽ ഡീറ്റെയിൻ ചെയ്തു.
എന്നിട്ട് അവിടുത്തെ സർക്കാരിനെ അറിയിച്ചു. അവിടുത്തെ സർക്കാർ ഇതേ നിങ്ങളുടെ വലിയ നേതാവാണ്, നമ്മുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്, സാധനം വളരെ അപകടമാണ്. വാജ്പേയിയുടെ കാലത്താണ് വാജ്പേയി പറഞ്ഞു വിട്ടേക്ക് പ്ലീസ്, അലമ്പാക്കരുത്. അങ്ങനെ വാജ്പേയിയുടെ ജാമ്യത്തിലാണ് രാഹുൽ ഗാന്ധി. പേര് പറയാതിരുന്നതാണ്. അല്ല, ഇത് ഇറ്റ് ഈസ് ഓൾ ഇൻ പബ്ലിക് ഡൊമൈൻ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പേര് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ ദെയർ ഇൻ പബ്ലിക് ഡൊമൈൻ. സോ ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പലരും ഇതൊന്നും ഉപയോഗിക്കാറില്ല, ആയുധങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഡയറക്റ്റ് ഹിന്ദുക്കൾക്കെതിരെ ഒരു അറ്റാക്ക് പ്രഖ്യാപിച്ചു, നയം വ്യക്തമാക്കി. ആ നയം വയനാട്ടിൽ വന്ന് തുറന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യം ഉണ്ടാവണം. പക്ഷേ ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഇങ്ങനെ തുറന്ന് പറഞ്ഞു എന്ന് വെച്ചോ, എല്ലാ ഹിന്ദുക്കളെയും വെടിവെച്ച് കൊല്ലാനാണ് എൻ്റെ ആഗ്രഹം എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചാൽ കേരളത്തിന് പുറത്ത് ബഹളം ഉണ്ടാകും എന്നുള്ളതല്ലാതെ കേരളത്തിനകത്ത് BJP അടക്കം ഒരു മനുഷ്യൻ മിണ്ടില്ല, ഒരു മനുഷ്യൻ. അത്രയധികമാണ് BJPയുടെ മൗഢ്യം. ഞാൻ ഈ ജ്യോത്സ്യന്മാരുടെ വാക്കൊന്ന് കടമെടുക്കുകയാണ്. മൗഢ്യം എന്ന് പറയില്ല, കുജൻ മൗഢ്യത്തിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കുജൻ മൗഢ്യത്തിലെന്ന് എനിക്കറിയില്ല. I just don't know. Anyway, this is the situation. One thing, as far as Bharat is concerned, the battle lines are drawn. ആരാണ് ഹിന്ദുവിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്? അത് ഇന്ത്യ മുന്നണിയാണ്. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഓരോ കോൺസ്റ്റിറ്റ്യൂവൻറ്റും 10 തവണയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തള്ളിപ്പറയണം. ഒരു തവണ പോരാ, 10 തവണയെങ്കിലും തള്ളിപ്പറയണം. അല്ലെങ്കിൽ തന്നെ ഇന്ത്യ മുന്നണി എവിടെയുള്ളത് എനിക്കറിയില്ല. അവിടെ കടം വാങ്ങിയ ക്രൗഡ് കൊണ്ടുവന്ന് കാണിച്ചതാണ്. യുനോ, ഈ ഡൽഹിയിൽ ക്രൗഡ് വിലയ്ക്ക് കിട്ടും, കേരളത്തിലും കിട്ടും. ഇപ്പോഴല്ല, വർഷം കുറേയായി കാശ് കൊടുത്താൽ ആളെ കിട്ടും. നമുക്ക് പ്രസംഗിക്കണം, മുമ്പിലൊരു 150 ആൾ വേണം, ഒരാളിന് ഇത്ര രൂപ വെച്ച് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലുണ്ട്. ഈ സമൂഹത്തിലുള്ള സാധനമേ സിനിമയിൽ വരുള്ളൂ. ഒരു സിനിമയിൽ ഇതുപോലെ ജാഥക്കാർ അവരുടെ വാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരിറങ്ങി കഴിയുമ്പോൾ മാമക്കോയ കാശ് കൊടുക്കുന്നുള്ളൂ എല്ലാവർക്കും. ഇനി അടുത്ത ജാഥയ്ക്ക് വിളിച്ചാൽ സമയത്തിന് വരണം കേട്ടോ, നീ ഒന്നും സമയത്ത് വരില്ല, അതാണ് പിടി, ഇങ്ങനെ പറഞ്ഞ് കാശ് കൊടുക്കുന്നൊരു സീനുണ്ട്. അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്ക് വേണമെങ്കിലും ഈ ക്രൗഡിനെ വിലക്കെടുക്കാം. അല്ല, മുമ്പൊരിക്കലും പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു, ബോർഡ് വെച്ചിട്ട് മാൻ പവർ സപ്ലൈ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആൾക്കാരെ കൊണ്ട്. അല്ലാതെ ജനത്തിന് ഭ്രാന്താണ് ഈ പൊരുവെയിലത്ത് ഇതിനൊക്കെ ഇറങ്ങാൻ. അങ്ങനെ ഒരു വിശ്വാസമൊന്നും രാഷ്ട്രീയ നേതാക്കന്മാരിൽ ജനങ്ങൾക്കില്ല. ഇവനൊക്കെ ഈ ഇതിന് നടക്കുകയാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ കാശെങ്കിലും പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കാശ് തന്നെ മേടിക്കും. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒരു വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കക്ഷി ഇന്ത്യയിൽ ഭരണത്തിൽ വന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ ചോദിക്കുന്നത്, ഈ പ്രസംഗത്തോട് തെക്ക് ഈ പറഞ്ഞ ശശി തരൂർ മുതൽ വടക്ക് ഉണ്ണിത്താൻ വരെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം, CPM-ഉം അതിൻ്റെ അലയൻസും ഒക്കെയുള്ള പാർട്ടികളുടെ പ്രതികരണം എന്താ? യു ടെൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് രാഹുൽ ഗാന്ധീസ്. ഹീ ഈസ് ദ പ്രൈം ലീഡർ ഓഫ് ഇന്ത്യ മുന്നണി അല്ലേ? നിങ്ങളുടെ ലീഡറിൻ്റെ പ്രസംഗം, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് ബാക്കി ഒരു രാഷ്ട്രീയ കക്ഷി, ജനങ്ങൾ അറിയുന്നില്ല, നമ്മൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ. ജനങ്ങൾ അറിയുന്നില്ല, രാഷ്ട്രീയക്കാർക്ക് അറിയാം. ഇന്നലെ മുതൽ വൻ ബഹളം നടക്കുകയാണല്ലോ ഈ പ്രസംഗത്തെ ചൊല്ലി കേരളത്തിന് പുറത്ത്. അപ്പോൾ കേരളത്തിലെ കുറഞ്ഞ പക്ഷം BJP നേതാക്കളെങ്കിലും അറിഞ്ഞിരിക്കുമല്ലോ. അവർ പോലും ചോദിക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ചോദിക്കാം. എത്രയോ ചെറിയ ശബ്ദമാണ് നമ്മുടെ, പക്ഷേ ആ ശബ്ദം കളയാൻ പറ്റില്ല. ആ ശബ്ദത്തിൽ നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹിന്ദു ധർമ്മത്തിലെ ശക്തിയെ ഇല്ലാതെയാക്കാൻ പുറപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് രാഹുൽ ഗാന്ധി. പരസ്യമായി ആയിരങ്ങളെ സാക്ഷിയാക്കി പ്രസംഗിച്ചിരിക്കുന്നു. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ആരുടെ കൂടെയാണ്? ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇൻക്ലൂഡിങ് BJP മറുപടി പറയേണ്ടതാണ് ഈ ചോദ്യം. തീർച്ചയായും. അതോടൊപ്പം UDF-ന് കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ, UDF-ന് വോട്ട് ചെയ്യാൻ പോകുന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ടർമാരായി മാറുന്ന കേരളത്തിലെ ഹിന്ദുക്കളും ആലോചിക്കണം. ഹിന്ദുക്കളാണ് പ്രാഥമികമായിട്ട് ആലോചിക്കേണ്ടത്. അവരുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആദ്യം ഉദയനിധിയായിരുന്നു,
അവൻ പയ്യനാണ്, അതാണ്, വിവരമില്ലാതെ പറഞ്ഞതാണ്, മാടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില്ലറ ക്രിമിനൽ കേസുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇതങ്ങനെയല്ല. ഇത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് വയസ്സ് എത്രയായി? 18 15. ഉദയനിധിയുടെ വയസ്സൊന്നുമല്ല രാഹുൽ ഗാന്ധിക്ക്. അല്ല, ഈ നാഷണൽ അറ്റൻഷൻ കിട്ടുന്നതും രാഹുൽ ഗാന്ധിക്കാണ്. അപ്പോൾ മാത്രമല്ല, രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നത് ഹിന്ദിയിലുമാണ്. അതെ. അതുകൊണ്ട് ഇനി ഉദയനിധിയുടെ അന്ന് തമിഴിൽ നിന്ന് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ തർജ്ജമയിൽ കുഴപ്പം വന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് രക്ഷപ്പെടാൻ നോക്കി DMK. പക്ഷേ അവർ വിട്ടില്ല, വടക്കുന്നുള്ളവർ വിട്ടില്ല. അവർ കൃത്യമായ അർത്ഥം തന്നെ എടുത്തു. ഇതിപ്പോൾ തർജ്ജമയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഹിന്ദിയിൽ തന്നെയാണ് പ്രസംഗിച്ചിരിക്കുന്നത്. നമ്മളത് കേൾപ്പിക്കുകയും ചെയ്തു ഈ ടോക്കിൻ്റെ തുടക്കത്തിൽ. ഏതായാലും വോട്ട് ചെയ്യും മുമ്പ് ഈ നാട്ടിൽ ജീവിക്കണോ വേണ്ടോ എന്ന് കൂടി തീരുമാനിക്കട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.